എൻ്റെ റിലേഷൻഷിപ്സ് ബെറ്റർ ആവുമെന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആൾക്കാരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. മൈ പാർട്ട്ണർ ആണെങ്കിലും അച്ഛനമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും ഡിവോഴ്സ്ഡ് ആണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും ഒരു സ്ത്രീ സൊസൈറ്റിയിൽ ഗോ ത്രൂ ചെയ്യുന്ന കുറേ വിഷയങ്ങൾ ഞാൻ 2 ആഴ്ച മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിലൂടെ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം അത് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിനെയും എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞിട്ടാണ് യു ലിവ് അണ്ടർ വൺ റൂഫ്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളൊരു കാര്യം ഈഗോ എന്നാണോ പറയുന്നത്, അതോ ഡു വി ആക്ച്വലി മീൻ ഇറ്റ് എന്ന രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരു നല്ല ടീച്ചറായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ടൊവി ഐഷു സുരാജ് ഇങ്ങനത്തെ ഒരു ടീം എൻ്റെ പ്രോജക്റ്റിനോട് ഞാൻ എന്ന ആർട്ടിസ്റ്റ് നോ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു തേപ്പ് കാര്യമൊക്കെ അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ ആ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ എങ്ങനെ പിക്ചറൈസ് ചെയ്യണു എന്നുള്ളത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ചെയ്യുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും. 100% ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ആ ഒരു ക്യാരക്ടർ കഥയിൽ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കണം എന്നുള്ളത് നോക്കിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ശ്രുതി രാമചന്ദ്രനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് ശ്രുതി. ഹലോ. ഒരു ആർട്ടിസ്റ്റിനോടുള്ള സ്നേഹം കാണിക്കേണ്ടതിന് എൻ്റെ ഒരു വഴിയെന്ന് പറയുന്നത് അയാളുടെ സിനിമകൾ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രുതി ഇന്ന് കാണുന്ന ഒന്ന് മനസ്സിൽ ഓർമ്മ കിട്ടിയ സമയത്ത് ഞാൻ പോയിട്ട് നീരജ കണ്ടു. പൊളി. നിങ്ങളുടെ ഇതുവരെയുള്ള സിനിമകളിൽ ഇപ്പോൾ കാണായൊക്കെ വളരെ വലിയ സിനിമകളാണ്, പക്ഷെ നീരജയാണ് നിങ്ങളുടെ സിനിമകളിലെ ഏറ്റവും വലിയ സിനിമയെന്നാണ് എനിക്ക് നീരജ കാണുമ്പോൾ തോന്നിയത്. സ്ക്രീൻ സ്പേസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ തന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. ഇതാണ് ഏറ്റവും വലിയ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ. താങ്ക് യു. ഇപ്പോൾ ഈ ഗണത്തിൽ തന്നെ ഈ ഉർവശി ചേച്ചിയുടെ ജയ് ബേബി കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിബ്യൂട്ടാണ് അവർ കൊടുത്തത്. അപ്പോൾ നീലം പ്രൊഡക്ഷൻസിൻ്റെ സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഉള്ളൊഴുക്ക് കാണുന്നത്. ഉള്ളൊഴുക്ക് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേച്ചി അതുക്കും മേലെയാണ്. അപ്പൊ ഇനിയും നമ്മൾ ട്രിബ്യൂട്ട് കൊടുക്കണം. അത് ഇതുവരെ ചെയ്തില്ലേ? അതേപോലെ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു ചില തരത്തിലുള്ള ട്രിബ്യൂട്ട്സ് ആണ് ഒരു റോൾ നന്നായിട്ട് കിട്ടുക എന്ന് പറയുന്നത്. ശ്രുതി എത്രത്തോളം അത് ആസ്വദിച്ചു എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായതാ. ശ്രുതിക്ക് അത്രയും വലിയ സ്പേസ് കിട്ടിയപ്പോഴേ നമുക്ക് തോന്നുന്ന ഒരു ഉള്ളുകൊണ്ടൊരു ഇത് തോന്നില്ലേ? ഇപ്പൊ മധുരത്തിലൊക്കെ ഞാൻ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അത് കുഞ്ഞു സ്പേസിൽ തന്നെ നമ്മളത് കൺവേ ചെയ്യുന്നത് ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇതിൽ ഇത്രയും സ്പേസ് കിട്ടുമ്പോഴേ എങ്ങനെയായിരുന്നു അപ്രോച്ച് ചെയ്തത്? ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇത്രയും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇത് അത്രയും ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു നീരജ എന്ന് പറഞ്ഞ സിനിമ. അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീരജ പറയുന്ന കഥ സംസാരിക്കണം, അത് ഒരു സിനിമയിലൂടെ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം, നല്ല രീതിയിൽ സെൻസിറ്റീവായിട്ട് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം നീരജ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ഞാൻ കേൾക്കണേക്കാൾ ഒരു മേ ബി 1-2 ആഴ്ച മുന്നേ ഇങ്ങനത്തെ ഒരു വെരി സിമിലർ ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ടിന് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫ്രണ്ട് നടന്ന സംഭവം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ലൈക്ക് നീരജ ഗോ ത്രൂ ചെയ്യുന്ന സൊസൈറ്റിയിൽ കുറച്ച് സൊസൈറ്റൽ പ്രഷേഴ്സും കാര്യങ്ങളില്ലേ, അത് എൻ്റെ ഫ്രണ്ടിനും എൻ്റെ ഫ്രണ്ട്സിനും നടക്കുന്ന. അവരുടെ ഹസ്ബൻഡ് മരിച്ചുപോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡിവോഴ്സ്ഡ് ആണെങ്കിലും സെപ്പറേറ്റഡ് ആണെങ്കിലും ഒരു സ്ത്രീ സൊസൈറ്റിയിൽ ഗോ ത്രൂ ചെയ്യുന്ന കുറേ വിഷയങ്ങൾ ഞാൻ 2 ആഴ്ച മുന്നേ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിലൂടെ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് രാജേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് നീരജയുടെ കഥ പറയുന്നത്. ഇത് നദീചരമിയുടെ റീമേക്കാണ് എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ഞാൻ നദീചരമി ഫുള്ളായിട്ട് ഞാൻ കണ്ടില്ല. ബിക്കോസ് എനിക്കത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പാർട്സ് മാത്രമേ ഞാൻ കണ്ടു. ഒരു പാർട്ട് ഓഫ് ദ മൂവി എന്ന് കുറേ പാർട്സ് ഞാൻ കണ്ടു. അപ്പോൾ അതെന്നെ വളരെ വലിയ രീതിയിൽ തന്നെ എന്നെ ഇൻസ്പയർ ചെയ്തിരുന്നു. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും വേറൊരു ആർട്ടിസ്റ്റ് ശ്രുതി ഹരിഹരനാണ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് സെൻസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യണം, സെൻസിറ്റിവിറ്റിയൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. ഞാൻ രാജേട്ടൻ എൻ്റെ അടുത്ത് അത് വന്ന് നറേറ്റ് ചെയ്തപ്പോൾ ഹിസ് ഹാർട്ട് ഇസ് ഇൻ ദ റൈറ്റ് പ്ലേസ് എന്ന് പറയില്ലേ, രാജേട്ടൻ ഒരു നല്ല മനുഷ്യനാണ്, ഈസ് എ ഗുഡ് പേഴ്സൺ. അപ്പോൾ രാജേട്ടന് ഇത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നീരജ അങ്ങനെ. അതുകൊണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ഇനി നമ്മൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം നമ്മുടെ ഹാൻഡിലല്ല, നമ്മുടെ കയ്യിലല്ല. അപ്പം റിസൾട്ട് എന്താണോ അത് ചെയ്ത് വച്ചതിൽ ഞാൻ ഹാപ്പിയാണോ എന്ന് മാത്രമേ ഞാൻ എപ്പോഴും നോക്കാറുള്ളൂ. നീരജയിൽ ഐ എം വെരി ഹാപ്പി.
പക്ഷേ കോറൈറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ക്യാരക്ടറിനെ ഇത്രയും നന്നായിട്ട് പ്ലേസ് ചെയ്യുമെന്ന് ഇപ്പോൾ ശ്രുതിയുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് മുമ്പ് അത്തരത്തിലുള്ളൊരു അക്കാഡമിക്കൽസ് ഒരു വർത്തമാനത്തിലൊന്നും ശ്രുതി ഇൻ്റർവ്യൂസ് ഒന്നും കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പടം തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അയ്യോ ഇയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോട്ട് വരുമ്പോഴേ കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് പല സ്പേസിലും നമ്മൾ തന്നെ പലതും ചെയ്യേണ്ടതുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരുപക്ഷെ സംവിധായകന് പോലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചില സ്പേസസിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ നോളജ് പ്രയോഗിക്കേണ്ട ഏരിയ ആണ്, കുറച്ചുകൂടെ ഒബ്സർവേഷൻ കൂടുതൽ വേണ്ട ഒരു ക്യാരക്ടറാണല്ലോ എന്ന് തോന്നുമ്പോൾ അത്തരം ഒബ്സർവേഷൻസ് ഉള്ള ഒരു ഘട്ടത്തിലൂടെയൊക്കെ സ്വന്തം ജീവിതത്തിൽ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് അപ്പോൾ അത് ലിഫ്റ്റ് ചെയ്തെടുത്ത പുള്ളി പറയുന്ന സമയത്ത് ആ ഡെപ്ത് മനസ്സിലാക്കുമായിരുന്നു, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഒക്കെ മനസ്സിലാക്കുമായിരുന്നു? അത് ഐ തിങ്ക് ഓരോ ക്യാരക്ടർ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട എനിക്ക് ഐ തിങ്ക് ഒരു ഏജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിൽ കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് നീരജ നന്നായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നീരജ ഡിസേർവ് ചെയ്യുന്ന ഒരു ഇതിലൂടെ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ജസ്റ്റിസ് വേണമല്ലോ ഓരോ ക്യാരക്ടറിനും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ എനിക്ക് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് എ 20-year-old കനോട്ട് ഡു എ ഹെവി റോൾ, അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് ആ ഒരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ മാതിരി തന്നെ അക്കാഡമിക് പ്രൊഫിഷ്യൻസി. അപ്പോൾ ആ ഒരു സമയത്ത് ആസ് സൂൺ ആസ് ഐ കെയിം ഇൻ ടു ദ ഇൻഡസ്ട്രി ആ ഒരു ക്യാരക്ടറിനെ അങ്ങനെ കാണാനുള്ള ഒരു ഡെപ്തോ ഒരു അറിവോ ഒന്നും ഇല്ലായിരുന്നു. ഇനി ഇപ്പോഴാണ് ഞാൻ നീരജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇത് 3 കൊല്ലം മുന്നേ എനിക്ക് നീരജ അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും അതാ ഞാൻ പറയണത്, നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് നമ്മൾ വറി ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥവും ഇത് തന്നെയാണ്. ആ സമയത്ത് അതായിരുന്നു നമ്മുടെ ശരി. എന്നിട്ട് ആ സിനിമ റിലീസ് ചെയ്യുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളത് ജഡ്ജ് ചെയ്യരുത്. യുനോ ഈസി ടു സേ, പക്ഷെ അങ്ങനെ നമുക്ക് കുറച്ചൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുള്ളൂ. അതൊരു ഒഴിഞ്ഞുമാറലായിട്ട് ഇല്ല, ഒഴിഞ്ഞുമാറലല്ല. അത് ഐ ഓണസ്റ്റ്ലി ഫീൽ ലൈക്ക് ഇപ്പോൾ അങ്ങനെ പറ്റുള്ളൂ. ലൈക്ക് ഇന്നലെ തീർത്ത ഒരു പ്രോജക്റ്റ് ആണെങ്കിലും അതിന് ഇന്ന് എനിക്ക് ഒരു 2 വേരിയേഷൻ എങ്കിലും ഉണ്ടാവും. അതെങ്ങനെയാ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കുക എന്നുള്ളത്. അത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഡോണ്ട് യു തിങ്ക് സോ? ഐ തിങ്ക് സോ. ലൈക്ക് ഇന്നലെ എടുത്ത ഡിസിഷൻ ഇന്ന് എനിക്ക് ബെറ്റർ ആക്കി എടുക്കാം. അത് സെൽഫ് ഇംപ്രൂവ്മെന്റ്. ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിലൂടെ ഒക്കെ പോകുമ്പോൾ ഇപ്പോൾ കാണാക്കാണെ പോലൊരു സിനിമയുടെ ഒക്കെ ഭാഗമാകുമ്പോൾ ഇപ്പോൾ മധുരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴും മധുരത്തിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി, കാൽപ്പനികമായിട്ട് യാത്ര ചെയ്താൽ മതി. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ നീരജയൊക്കെ കാണാനൊക്കെ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ വേറൊരു ഏരിയയിലാണ് ചിന്തിച്ചു പോവേണ്ടത്. അത് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോലും പറ്റാത്ത ഏരിയയിലൂടെയാണ് ആ ക്യാരക്ടേഴ്സ് പോകുന്നത്. ഒരുപക്ഷെ നമ്മളെ കൂടി അതിനകത്തൂടെ നടത്തിക്കാൻ ആ ക്യാരക്ടേഴ്സിന് പവർ ഉണ്ടാവും. അത്തരത്തിലുള്ള റൈറ്റേഴ്സാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള റോൾസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളും കുറച്ചുകൂടെ ഇതിനകത്തേക്ക് ഭീകരമായിട്ട് ഇൻവോൾവ് ആവണം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അപ്പോൾ ഒരു പ്രാക്ടീസോ ഇല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മളും കൂടെ ഒരു പാത്രമാവണം എന്നുള്ള അർത്ഥത്തിൽ നമ്മളും കൂടെ ഒന്ന് മാറണ്ടേ? അത് നടക്കുന്നുണ്ടല്ലോ. നമ്മൾ ആസ് പീപ്പിൾ ഐ ഫീൽ ലൈക്ക് നമ്മൾ വി ആർ കണ്ടിന്യൂയിങ് ടു ഗ്രോ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എൻ്റെ ഇന്നലത്തെ കാഴ്ചപ്പാടല്ല ഇന്ന്. അപ്പോൾ ഐ എം ഗ്രോയിങ്. ഞാൻ കുറച്ചുകൂടെ ലെസ് ജഡ്ജ്മെൻറ്റിലാവുമ്പോൾ, കുറച്ചുകൂടെ എംപത്തിയോടെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, കുറച്ചുകൂടെ എല്ലാതരം ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് അങ്ങനത്തെ റോൾസ് ചെയ്യാൻ എളുപ്പമായിരിക്കും എന്ന് പറയുന്നത് ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ എംപത്തിയോടെ നമ്മൾ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ക്യാരക്ടേഴ്സിനെ കുറച്ചുകൂടെ എളുപ്പമാണ്. ആ ക്യാരക്ടറിന്റെ ശരി എന്തുകൊണ്ടാണ് അങ്ങനെ, അത് എന്തുകൊണ്ടാണ് ആ ക്യാരക്ടറിന്റെ ശരി, അത് എൻ്റെ ശരി ആവണം എന്നില്ല. പക്ഷെ ആ ക്യാരക്ടർ ആകുമ്പോൾ ഇതാണ് എൻ്റെ ശരി. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് നമുക്ക് 100% ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ ഓപ്പൺ ആവണം. ബട്ട് ദാറ്റ് ഈസ് ദെയർ. ലൈക്ക് ആസ് ഹ്യൂമൻ ബീങ്സ് ഐ ഫീൽ ലൈക്ക് വി ഷുഡ് ബി കുറച്ചുകൂടെ ഓപ്പൺ ആവണം, കുറച്ചുകൂടെ
അക്സെപ്റ്റിംഗ് ആവണം. അതൊരു ആക്ടർ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി. എനി മേഖല യു ഹാവ് ടു ബി ഓപ്പൺ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ആർക്കിടെക്റ്റ് ആണല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇരുന്ന എങ്ങനെയാ അത് ശരിയാവുക? ആ വീട് യു വോണ്ട് ലൈക്ക് നോ, പക്ഷെ ഇതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞ ഞാൻ പോയില്ലേ, പ്രോജക്റ്റും കിട്ടില്ല, ഒന്നും കിട്ടില്ല. അതിലൊരു സബ് ക്വസ്റ്റ്യനും കൂടെ ഉള്ളത്, ഇപ്പോൾ നമ്മളിങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു കൗൺസിലിംഗ് പോലും ചെയ്യുമ്പോൾ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കണക്കിനായിരിക്കും നമ്മളിരിക്കുക. അതേപോലെ തന്നെയാണ് ക്യാരക്ടേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തുറന്ന മനസ്സോടുകൂടിയാണ് കേൾക്കുന്നത്. ഈ കേൾവിയും നമ്മളിൽ കുറേ മാറ്റങ്ങൾ വരുത്തും. കാരണം നമ്മൾ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മൾ കേൾക്കുകയാണ്. ഇപ്പം നമ്മൾ നോവലുകളും ജീവചരിത്രങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ മാറുന്നതൊക്കെ ശ്രുതിയുടെ ജീവിതത്തിൽ ഒബ്സർവ് ചെയ്യാറുണ്ടോ? സ്വയം മാറി വരുന്ന ഒരു കാര്യമൊക്കെ? പിന്നെ തീർച്ചയായിട്ടും, കാരണം അത് എൻ്റെ എല്ലാ റിലേഷൻഷിപ്പിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, എഫക്റ്റ് ഓർ ഇഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്സ് ബെറ്റർ ആവുമെന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആൾക്കാരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് മൈ പാർട്ട്ണർ ആണെങ്കിലും അച്ഛനമ്മയാണെങ്കിലും സഹോദരി ആണെങ്കിലും ആരാണെങ്കിലും, ലൈക്ക് ഇപ്പോൾ ഞാനിപ്പോൾ വി ആർ സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ്. ഇതിന് മുന്നേ നമ്മൾ 2-3 മാസം മുന്നേ ആണ് നമ്മളിരുന്ന് മിണ്ടിയത്. പക്ഷേ ഐ ഫീൽ ലൈക്ക് ദിസ് കോൺവെർസേഷൻ ഇസ് പ്രോബബ്ലി ബെറ്റർ ദെൻ നമ്മൾ മാരിവലിൻ്റെ പ്രൊമോഷന് ചെയ്ത കോൺവെർസേഷനെയും കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം. കാരണം ആ 3 മാസത്തിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും എനിക്കും എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, മാരിവില്യൻ ഗോപുരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നീരജ കണ്ടു എന്നുള്ളത് ശ്രുതിയെ വീണ്ടും സംസാരിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൂട്ടി എന്നുള്ളതാണ്. അത് ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഇപ്പം ഈ മധുരത്തിലൊക്കെ പ്രണയം കൈകാര്യം ചെയ്യുന്ന പോലെ ഈ കാണ എന്ന് പറയുന്ന സിനിമയിൽ അത് വീണ്ടും പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, നടന്ന സംഭവത്തിൽ സുരാജ് ഏട്ടനൊക്കെ കൂടെ ഒരുമിച്ച് വരുന്നുണ്ടല്ലോ. ഈ കാണെ പോലൊരു സബ്ജക്റ്റ് സമീപിക്കുന്ന സമയത്ത് നമ്മൾ സബ്ജക്റ്റ് കേൾക്കും, ക്യാരക്ടേഴ്സ് കുറവുള്ളൊരു കുറച്ചായിരിക്കും കേൾക്കുക, എന്ന് വെച്ചാൽ കിട്ടുന്ന ചാൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ കാണെ കേൾക്കുന്ന സമയത്ത് ഇത് സിനിമ വന്ന സമയത്തുള്ള ഡിഫറൻസ് ഒക്കെ എങ്ങനെയാണത് ഫീൽ ചെയ്ത്? ഇപ്പോൾ ബോബി ആൻഡ് സഞ്ജയ് ആണല്ലോ കാണെ ചെയ്തിരിക്കുന്നത്. അത് അത്രയും റൈറ്റിംഗ് സ്കില്ലുള്ളൊരു സാധനമാണ്. പക്ഷേ അത് സിനിമ ആയിട്ട് വന്നപ്പോൾ എന്താണ് സിനിമാറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് അതിനകത്ത് കാണാൻ പറ്റിയത്? ഞാൻ പൊതുവെ എന്ത് സിനിമ കമ്മിറ്റ് ചെയ്താലും എനിക്ക് മൊത്തം കഥ കേൾക്കണം എന്ന് ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ മനു യെസ് കാണയിൽ എനിക്ക് അത്രയും വലിയ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്ന ക്യാരക്ടർ ആയിരുന്നില്ല, പക്ഷെ ക്രൂഷ്യൽ ക്യാരക്ടറായിരുന്നു. അപ്പോൾ മനു എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നറേഷൻ തന്നെ പറഞ്ഞു തന്നിരുന്നു. നറേഷൻ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം, ഒന്ന് മനു അശോകൻ, ബോബി സഞ്ജയ്, ടൊവി, ഐഷു, സുരാജ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടീം ഇതിൻ്റെ പ്രോജക്റ്റിനോട് ഞാൻ എന്ന ആർട്ടിസ്റ്റ് നോ പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു. സോ ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് വൺ ഷുഡ് ഐ തോട്ട് ദാറ്റ് കാസ്റ്റ് ആൻഡ് ക്രൂ എന്നെ ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ കഥയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത്, ഓരോ ക്യാരക്ടറും ഗ്രേ ആണ്, അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല. ലൈക്ക് ഷെറിൻ എന്ന ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് കിട്ടിയ ക്യാരക്ടർ ആണെങ്കിലും ഓഡിയൻസ് കാണുമ്പോൾ ഷെറിൻ പ്യോറാണ്, ഷെറിന് വേറെ ഇതൊന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഷെറിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷെറിൻ്റെ ബാക്ക് സ്റ്റോറിയിൽ എന്താ, കുറച്ച് കുശുമ്പും കുറച്ച് എന്താണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കുന്നില്ല അങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ് ഷെറിൻ്റെ. അപ്പോൾ ഷെറിൻ്റെ ക്യാരക്ടറിലും ചെറിയ എവിടെയോ ഒരു ഗ്രേ ഷെയ്ഡും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അത് നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഈ ഗ്രേ ഷെയ്ഡ്സ് ക്യാരക്ടേഴ്സിൻ്റെ കഥകൾ പറയുന്ന സിനിമകൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മോസ്റ്റ് റിലേറ്റബിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കമ്മിറ്റ് ചെയ്തത്. എന്നിട്ട് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇവരുടെ പോർഷൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് സോ ഹോണ്ടിങ്ലി ബ്യൂട്ടിഫുൾ. എനിക്ക് വേറൊരു വാക്കില്ല അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം അത്രയും ഡെലിക്കറ്റ് ആയിട്ടാണ്, അത്രയും സ്ട്രോങ് ഫീലിങ്സും ഇമോഷൻസും മനുവും ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്, ബോബി സഞ്ജയ് അവർ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ഇസ് ഓൾസോ വിത്ത് മനു ആൻഡ് ബോബി സഞ്ജയ്. സോ
ഐ എം വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ് ഓൾസോ. അത് അടിപൊളി. ഇപ്പോൾ നടന്ന സംഭവത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നടന്ന സംഭവമാണല്ലോ അടുത്ത് റിലീസാവുന്നത്. നടന്ന സംഭവം ശരിക്കും ഞാൻ ഡയറക്ടറോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയത് അത് നടന്ന സംഭവമല്ല, എന്നാൽ നടന്ന സംഭവമാണ് എന്നുള്ള നടക്കുന്ന സംഭവമാണ്. അതെ, നടക്കുന്ന സംഭവങ്ങളാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു നറേഷൻ വേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. നടന്ന സംഭവം, ആക്ച്വലി നടന്ന സംഭവത്തെ കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും. ഒന്നുമില്ല, ഇതൊരു ഹൗസിംഗ് കോളനിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ ഉണ്ണിയും റോഷിയും, ബിജുചേട്ടനും ഞാനും അവതരിപ്പിക്കുന്ന ക്യാരക്ടേഴ്സ്, ഉണ്ണിയും റോഷിയും അവരുടെ മോളും അങ്ങോട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ. ഉണ്ണിയും റോഷിയും ഭയങ്കര ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ഒരു കപ്പിളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഫോർവേഡ് തോട്ട് പ്രോസസ് ഉള്ള, അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ റോഷിക്കാണെങ്കിൽ ഉണ്ണീനെ എന്താ റോഷിക്ക് സംശയരോഗം ഇല്ല, 100% ട്രസ്റ്റാണ് ഉണ്ണിയായത്. അപ്പോൾ റോഷി ഭയങ്കര അംബിഷ്യസ് ആയിട്ടുള്ള കുടുംബം നോക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവിടെ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ലാതെ നടന്നു പോകുന്ന ഒരു ഫാമിലി, വിച്ച് പുറത്തുനിന്ന് സൊസൈറ്റി കാണുമ്പോൾ അവർ പെട്ടെന്ന് ഇയാളെന്താ പണിക്ക് പോകാത്ത, അങ്ങനത്തെ ചില തോട്ട്സ് വരുന്നത്. അപ്പോൾ സ്റ്റീരിയോടിപ്പിക്കൽ ഒരു ബോക്സ്, ഐ മീൻ ഒരു ഫാമിലി ലൈഫ് അല്ല റോഷിക്കും ഉണ്ണിക്കും ഉള്ളത്. കുറച്ചുകൂടെ പ്രസൻറ്റ് ഡേ റിലേഷൻഷിപ്പാണ്, ഒരു ഏർബൻ ലൈഫാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു കപ്പിള് ഒരു ഹൗസിംഗ് കോളനിയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ അപ്രോച്ച്, അവരോടുള്ള അപ്രോച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം. നല്ല സംഭവമാവട്ടെ വിചാരിക്കുന്നുണ്ട്. മധുരത്തിൽ കാണുന്ന സമയത്ത് ഈ പ്രണയത്തെ മധുരം വിട്ട് കളിയില്ല. കാരണം ശ്രുതി എന്ന് പറയുന്നത് തന്നെ ഒരു മധുരതരമായ ഓർമ്മയാണെന്നുള്ളത് ആ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിനകത്ത് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ജോയി ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ മാരിവില്യൻ ഗോപുരങ്ങളിൽ വരുമ്പോഴും സുന്ദരിയായിട്ടാണ് കാണുന്നത്, പക്ഷേ ആ കഥയ്ക്കകത്ത്, മറ്റേ കഥയ്ക്കകത്ത് ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഭക്ഷണം, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ, ആ മനുഷ്യന്റെ ഒരു അപ്രോച്ച്, അയാളുടെ ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതെ അതെ അതെ, വേറൊരു സാധനമായിരുന്നു. അതെ, അപ്പോൾ ഈ മാരിവില്യൻ ഗോപുരങ്ങളിൽ നല്ല കളർ പടമാണ്, കാണാൻ രസമുള്ള പടമാണ്. ഈ റിലേഷൻഷിപ്പും സാധനങ്ങളും ഒക്കെ പറഞ്ഞു പോകുമ്പോഴും ഞാനിങ്ങനെ ആ സിനിമയിൽ കൂടുതൽ ആസ്വദിച്ചത് അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയും ഈ പറയുന്ന പോലെ നിങ്ങൾ സുന്ദരിമാരെയൊക്കെ കാണാൻ പറ്റി. വിൻസിയും ഭയങ്കര രസമായിട്ടാണ് വന്നത്. അങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് വിൻസി ചെയ്യുന്നത്. വിൻസി കുറച്ചുകൂടെയൊക്കെ ഭയങ്കര വേറൊരു ലെവലിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറായിട്ടൊക്കെ വരുമ്പോൾ രസമുള്ളൊരു പടമായിരുന്നു. അതിനകത്ത് അങ്ങനെ ഒരു കളർ കാണാൻ പറ്റി. പക്ഷെ ചില സ്ഥലത്തൊക്കെ ലിങ്ക്സോ ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലോ ഒക്കെ ചലിക്കാത്തതുകൊണ്ടായിരിക്കാം തിയേറ്ററിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയത്. ആ സിനിമയുടെ ഒരു കളർഫുൾനെസ് ഇല്ലേ, അതും ഒരു ഹാപ്പിനെസ് അല്ലേ? അത് ശ്രുതി അങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങനെ തോന്നില്ലേ, ഇത് ഭയങ്കര രസമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് തോന്നുന്നു? അങ്ങനെ എനിക്ക് എപ്പോഴും വേറെ ടൈപ്പ് ഓഫ് മൂവീസിന്റെ ഭാഗമാവണം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൂവീസിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ മാരിവില്യൻ ഒരു കളർഫുൾ പടമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിനെ ഷൂട്ട് ചെയ്തതും അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആയിരുന്നു. അതിൽ ഒരു വേറെ തരം ഓളമാണ്, മധുരത്തിൽ വേറെ ഒരു തരം തന്നെ. സോ ദെൻ അത് അങ്ങനത്തെ സിനിമകൾ കാണുമ്പോൾ അത് ആസ്വദിക്കാനും ഇഷ്ടമുള്ള ആളാണ്, അതിൻ്റെ ഒരു ഓഡിയൻസും കൂടിയാണ് ഞാൻ. സോ ഇറ്റ് വാസ് നൈസ്. ഈ സൺഡേ ഹോളിഡേയിൽ അതിനെ പറ്റിയിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ വന്നിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതികാരമാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനകത്ത് നിങ്ങൾ അയാൾ നോക്കി തിരിഞ്ഞു പോകുന്ന ഒരു ഷോട്ട് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. അതിനകത്തൊരു അസൂയുണ്ട്, ഒരു കുശുമ്പുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറച്ച് സ്പേസിലൂടെ തന്നെ ആ ക്യാരക്ടറിന്റെ എല്ലാ തരത്തിലുള്ള സ്വഭാവവും ആ ലുക്കിലും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നാലൊരു അമർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളത് കണ്ട് വിലയിരുത്തുമ്പോഴൊക്കെ ഭയങ്കര രസമായിട്ട് പറയും. പക്ഷെ എന്നോട് കാണിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഒരുപാട് ടേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ നോട്ടം ഭയങ്കര പോപ്പുലറായി, പിന്നീട് ട്രോളിലൊക്കെ വന്നിട്ടുണ്ട്. ആ നോക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഒന്നുമില്ല, ജിസേട്ടൻ പറഞ്ഞു ആദ്യത്തെ സീക്വൻസ് വെറും നടന്ന് പോവാ, അത്രേ ഉള്ളൂ. അത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സീനിൽ. എന്നിട്ട് ജിസേട്ടൻ ആസിഫിനെ നോക്കിയിട്ട് ആസിഫിൻ്റെ അടുത്ത് പറഞ്ഞു, ആസിഫ് ഒന്ന് ചിരിക്കൂ, കയ്യും കെട്ടി ചിരിക്കൂ. അപ്പോൾ ആസിഫ് അത് ചെയ്തു. അപ്പോൾ ആസിഫ് ഇത് ചെയ്യുമ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വേണ്ട. അപ്പോൾ ജിസേട്ടൻ പറഞ്ഞു, ഞാൻ തിരിഞ്ഞു നോക്കുക, ഇത്രയും കുറച്ച് കുശുമ്പോടെ തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമൽ, ആസിഫ് ചെയ്ത ക്യാരക്ടർ അമലാണ്. അപ്പോൾ അമലിന് എന്നെക്കാട്ടും നല്ല വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടീനെ കിട്ടിയല്ലോ
ഞാൻ അമലിനെ വിട്ടത് വിദ്യാഭ്യാസം ഇല്ല, അമലിന് വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടൊന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു തേപ്പ് കാര്യമൊക്കെ അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷേ അതെ അതെ പിന്നീട് വ്യാഖ്യാനിച്ചത് ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ ഈ പഠിച്ച് മുന്നോട്ട് പോവാണല്ലോ. ഓരോ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ പിന്നെ അനുഭവങ്ങൾ, ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന അനുഭവങ്ങൾ, എനിക്ക് തോന്നുന്നു ശ്രുതി അത്രയേറെ അനുഭവങ്ങളിലൂടെയൊന്നും പോയിട്ടില്ല. അപ്പോൾ പക്ഷേ എന്നാൽ അനുഭവങ്ങളുണ്ടാവും. ഈ സിനിമയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നോവൽ വായിക്കുന്ന സമയത്ത് നമ്മുടെ ജോലി ഇതായതുകൊണ്ട് നമ്മൾ ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്താലാണ് നമുക്ക് പ്രൊഡക്റ്റീവ് ആകുക എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണമെന്നില്ല, ഓരോരുത്തരുടെ മെത്തേഡാണ്. ചിലപ്പോൾ ഇതൊന്നും അങ്ങനെ കോൺഷ്യസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടാവില്ല. ശ്രുതിയുടെ വഴി അങ്ങനെയാണോ? ഇപ്പോൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ഒരാളിനെ കുറിച്ച് മനസ്സിലാക്കി, ഇപ്പോൾ ശ്രുതിയുടെ ഒരു പടം കാണുന്ന സമയത്ത് നമ്മൾ തലയ്ക്കത്ത് നോട്ട് ചെയ്ത് വെക്കും. അടുത്ത ശ്രുതിയെ കാണുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കപ്പെടണമല്ലോ, ഇതാണ് പ്രൊഡക്ടിവിറ്റി ആയിട്ട് നമ്മൾ കരുതുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒബ്സർവേഷൻസ് ഇങ്ങനെ ചിലരൊക്കെ അടുക്കി വെക്കാറുണ്ട്, ഇന്ന ക്യാരക്ടർ കൊള്ളാം, ഇയാളെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ ചിലപ്പോൾ ഞാൻ സബ് കോൺഷ്യസ്ലി ചെയ്യുമായിരിക്കും. ആൻഡ് യു ആർ റൈറ്റ്, എൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു എൻ്റേത്. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസസും പറയാനായിട്ടുള്ള ഇതൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ്, ചില ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗിർ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു. അതിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മൃദുല എന്നാണ്. മൃദുല സിത്താരയ്ക്ക് ഇത്രയും കുശിപ്പുണ്ടായിരുന്നെങ്കിൽ മൃദുലയ്ക്ക് ഇത്രയും കുശിപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ, വീട്ടിൽ പൂട്ടിയിട്ട ഒരു വൈഫ്, ഇറിറ്റേറ്റഡ്. അപ്പോൾ എൻ്റെ ലൈഫ് അങ്ങനെയല്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയെങ്കിലും എൻ്റെ മെമ്മറിയിൽ അങ്ങനത്തെ ആൾക്കാർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും എൻ്റെ മൈൻഡ്. സിനിമകൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറേ രീതിയിൽ കുറേ ആൾക്കാർ എന്തെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഇൻട്രാക്ഷൻസും ഓരോ ആൾക്കാരുടെ എന്തെങ്കിലും ഒരു മാനറിസംസ് എനിക്ക് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കോൺഷ്യസ് ആണ് ഓഫ് വാട്ട് ഹി ഓർ ഷീ ഈസ് ഡൂയിങ്. അപ്പോൾ അത് ചിലപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കാം എൻ്റെ ക്രാഫ്റ്റിൽ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ അത് എഴുത്ത് ഓൾസോ ഐ തിങ്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് എഴുത്തിൽ എന്ന് ഞാൻ ഈയിടയ്ക്കാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അതെന്നെ അഭിനയിക്കുമ്പോഴും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ അത് പൂർണ്ണമായും മനസ്സിലായിട്ടില്ല. സോറി, ഞാൻ അല്ലല്ല അതിന്റെ പ്രശ്നമല്ല, അത് അതിനകത്ത് പ്രോസസ്സ് നിങ്ങൾക്കേ അറിയാവൂ. അതെ, അതാണ് എനിക്കും അത് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എങ്ങനെയാണ് മൃദുല എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോണേ എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഇതായിരുന്നു. കാരണം എനിക്ക് അങ്ങനത്തെ ആളെ അറിയില്ല, എനിക്ക് അങ്ങനത്തെ ബോഡി ലാംഗ്വേജ് ഞാൻ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. അപ്പോൾ ഗിർ എന്ന സിനിമ റിലീസായപ്പോൾ ഐ വാസ് റിയലി സ്കേർഡ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഹ്യൂമർ ഹാൻഡിൽ ചെയ്യണ ഒരു ക്യാരക്ടർ ഭയങ്കര ഓവർ ദ ടോപ്പാണ്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഞാൻ എൻ്റെ ലൈഫിൽ ചാടിയിട്ടില്ല, ഇങ്ങനെ സാരി പൊക്കി ഓടിയിട്ടില്ല. ഇതൊക്കെ കോൺഷ്യസ് ആയിട്ട് ചെയ്ത കാര്യങ്ങളല്ല. ആ ഒരു സമയത്ത് ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും ഓടുന്നത്. പക്ഷേ അതൊക്കെ ചെയ്തപ്പോൾ ഇന്നത്തെ കാലത്ത് അത് വർക്കാവോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ റിവ്യൂസ് വായിക്കുമ്പോഴും റിവ്യൂസ് കേൾക്കുമ്പോഴും ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൃദുല എന്ന് പറഞ്ഞ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്തു എന്ന്. അപ്പോൾ ഇത് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അറിഞ്ഞില്ല എങ്ങനെയാണ് എനിക്ക് മൃദുലനെ അറിയില്ല. പക്ഷെ എവിടെയോ ഞാൻ മൃദുലമാരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം അങ്ങനെ വന്നത്. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോഴും ഡിസ്കവർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൽ വളരെ ക്ലിയർ ആയിട്ടും സ്ട്രോങ് ആയിട്ടും എനിക്കത് അങ്ങോട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. മേ ബി ദ നെക്സ്റ്റ് ടൈം ഐ മീറ്റ് യു ഈ ചോദ്യം അപ്പോഴത്തേക്ക്